ുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ആദ്യത്തെ ഒരു പ്രശ്നമാണ് വസ്വാസ് എന്ന് പറയുന്ന രോഗം. OCD നമ്മൾ പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. ഇത് പല ആളുകൾക്കും തുടങ്ങുന്നത് ബാത്റൂമിൽ നിന്നാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്, ന്യൂറോളജിക്കൽ കാരണങ്ങളുണ്ട്, സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ മലവിസർജനം നടത്തുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വുളു ചെയ്യരുത്. നമ്മൾ എവിടെ വെച്ചാണോ നമ്മൾ മലവിസർജനം നടത്തുന്നത് ആ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വുളു ചെയ്യാൻ വേണ്ടി പാടില്ല. വുളു ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ആ മനുഷ്യന് വസ്വസ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗത്തിൻ്റെ വേരിനെ തന്നെ ആദ്യമായി പ്രതിരോധിക്കാൻ നബി തങ്ങൾ പഠിപ്പിക്കാൻ. വസ്വസൻ്റെ കുറേ തലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പല ആളുകളെ അറിയാം, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ തീരൂല, കഴുകന്നെ ഒന്നും എടുത്തിട്ടും തീരൂല, കഴുകന്നെ ഇത് തുടങ്ങുന്നൊരു പോയിന്റ് ഉണ്ട്. എന്താ ആ വസ്വസാന തോട്ടെന്നാണല്ലോ അർത്ഥം. വസ്വസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, മലയാളത്തിൽ തന്നെ നേരിട്ട് ആരും അർത്ഥം പറയാറില്ല. സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകൾ പോലും വസ്വാസം തന്നെയാണ് അവരും പറയുന്നത്. വസ്വാസ് എന്നുള്ള വാക്ക് അറബി വാക്കാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് ഇസ്ലാമിക് തിയോളജിയിൽ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായി ചിന്ത വരുന്നത്, ഇത് കഴുകി ശരിയായോ, കഴുകിയിട്ട് തെറിച്ചിട്ട് എൻ്റെ ശരീരത്തിലായിട്ടുണ്ടാവോ, എൻ്റെ വസ്ത്രത്തിലായിട്ടുണ്ടാവോ, അപ്പോൾ ഒന്നുകൂടി കഴുകി അവർ ആത്തായി ഒതുകൊടുത്ത് ആ ഒതുകൊടുത്ത് തിറ്റിട്ട് എൻ്റെ മേത്തേക്ക് തെറിച്ചിട്ടുണ്ടാവോ, എന്നാൽ പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് കഴുകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ കാവൽ ചോദിക്കുക. 2, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അധിക സമയം ചെലവഴിക്കാതിരിക്കുക.